പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. അവിടുത്തെ സ്നേഹത്തിൻ്റെ കതിരുകളാൽ ഞങ്ങളെ നിറച്ചു വഴി നടത്തുമാറാകണമേ. അപ്പാ ഈശോനാഥ, അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, ആരാധിക്കുന്നു. കർത്താവേ, പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളെ അവിടുന്ന് പരിപാലിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെയും തന്ന് അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവായ ഈശോപ്പ, വീണ്ടും ഇതാ അവിടുത്തെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന നാഥാ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മക്കളെയും കുഞ്ഞുമക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും സമർപ്പിക്കുന്ന നാഥാ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും കർത്താവെ, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഈശോപ്പ, ഇപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അവരുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെയും ലോകത്തിൻ്റെയും മേൽ കരുണയായിരിക്കണമേ നാഥാ. ഈശോപ്പ, ഞങ്ങൾ ഓരോരുത്തരും ആത്മീയതയിൽ കൂടുതൽ വളരുവാനുള്ള കൃപ തന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രാർത്ഥിച്ച് വചനമെടുത്ത് അപ്പോസ്തല പ്രവർത്തനത്തിൽ നിന്ന് 9-ാം അധ്യായം വായിച്ചു. ഈ അധ്യായത്തിൽ സാവൂളിൻ്റെ മാനസാന്തരത്തെക്കുറിച്ചും സാവൂളിൻ്റെ ജ്ഞാനസ്നാനത്തെക്കുറിച്ചും സാവൂൾ ജെറുസലേമിൽ പോകുന്നതും ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഈ സാവൂൾ ആരായിരുന്നെന്നുള്ളത് നമുക്ക് വചനം വായിക്കുമ്പോൾ അറിയാം. കർത്താവിൻ്റെ ശിഷ്യന്മാരെ ദ്രോഹിക്കുന്ന ഒരാളായിരുന്നു. കർത്താവിനെ കൈക്കൊണ്ട പുരുഷന്മാരെയും സ്ത്രീകളെ ആരെ കണ്ടാലും അവൻ ബന്ദികളാക്കുന്ന ഒരാളായിരുന്നു സാവൂൾ. ദമസ്കസിലേക്ക് അധികാരപത്രത്തിന് വേണ്ടി പോകുമ്പോൾ ആകാശത്ത് നിന്നൊരു മിന്നൽ അവൻ്റെ മേൽ പതിക്കുന്നതും സാവൂൾ നിലം പതിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ സാവൂളിൻ്റെ അഹങ്കാരം കാണുന്നു, സാവൂൾ നിലം പതിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഇതിന് ശേഷമാണ് കർത്താവിൻ്റെ സ്വരം സാവൂൾ തിരിച്ചറിയുന്നത്. ആ സ്വരം ഇങ്ങനെയായിരുന്നു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ ഉപദ്രവിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സാവൂൾ ചോദിക്കുന്നു, കർത്താവെ, അങ്ങ് ആരാണ്? അപ്പോൾ കർത്താവ് പറയുന്നു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ വചനഭാഗം 9-ാം അധ്യായം ഫുള്ളായിട്ടൊന്ന് വായിക്കുമ്പോൾ അറിയാം സാവൂൾ ആരായിരുന്നു, എങ്ങനെയായിരുന്നു. പിന്നീട് കർത്താവിനെ അറിഞ്ഞപ്പോൾ സാവൂൾ ആരായി മാറുന്നു എന്നുള്ളതും നമുക്ക് കാണാം. ദൈവത്തെ അറിയുന്ന നാം ഓരോരുത്തരും മറ്റുള്ളവരോട് എങ്ങനെ ആയിരിക്കണമെന്നും കർത്താവ് ആരോടൊപ്പമാണ് വസിക്കുന്നത്? എളിയവരോടൊപ്പമാണ്. ഞാൻ എന്ന ഭാവം മാറ്റി എളിമയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സാവൂളിനെ പോലെ നിലം പതിക്കുന്നവരായി മാറും. അപ്പോൾ മാത്രമേ നമുക്ക് കർത്താവിനെ അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ കരുണയുടെ സമയം നാം ഓരോരുത്തരും എളിമ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.